ഹലോ നമസ്കാരം. ഇന്ന് ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ആണ്. നല്ല കുമ്പളങ്ങ ഇട്ട ഒരു മോര് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ലഞ്ച് ബോക്സ് ആണെന്ന് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്പളങ്ങ നല്ല കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മോരൊക്കെ ഒഴിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് തൈരായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറച്ച് പുളി കുറവുമായിരുന്നു. അപ്പം അതിലേക്ക് കുറച്ച് പുളി, സാധാ പുളിയില്ലേ, വാളംപുളി, അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. തൈര് ഇത്തിരി പുളി കുറവായതുകൊണ്ട്. അപ്പോൾ അത് കഷ്ണമായിട്ട് മുറിച്ച് കഴുകി കുമ്പളങ്ങ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിൽ കുമ്പളങ്ങ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളി ഉണ്ടെങ്കിൽ ആ മോര് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ഇടാം. പിന്നെ വെളുത്തുള്ളി, അത് നമ്മളെല്ലാ കറിയിലും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടുന്നത് നല്ലതാണ്, നമ്മുടെ അസിഡിറ്റി അങ്ങനത്തെ കുഴപ്പങ്ങൾക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ചെറുള്ളി വെച്ചിട്ട് ഒന്ന് അരച്ച് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചിട്ട് ഇതിൽ നമ്മളെ കുമ്പളം ഏകദേശം വെന്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അതൊഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് തൈരുണ്ട്. തൈര് പുളി കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ പുളി അതിൻ്റെ കൂടെ ഒഴിച്ചത്. അങ്ങനെ കരിവേപ്പിലൊക്കെ ഉണ്ട്. ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണം. മൂടി വെച്ചിട്ടോ തുറന്ന് വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്നാലേ നമുക്ക് തേങ്ങയുടെ പച്ചമണം ഒന്ന് പോകണ്ടേ. തേങ്ങയും ചെറുള്ളിയൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ കുമ്പളക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. എല്ലാ കറിയിലും മീൻപൊടിയായിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണല്ലോ കടുക് പൊട്ടിച്ചിടല്. കടുക് പൊട്ടിച്ചിട്ടാൽ അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. എന്ത് ചെയ്താലും ലാസ്റ്റ് ഈ ഒരു പരിപാടി ചെയ്താൽ അതൊരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്തു വരുന്നൊരു സമ്പ്രദായം. അതൊരു ടേസ്റ്റാണ്. കടുക് പൊട്ടിച്ചാൽ കടുകിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകം എടുത്ത് കാണിക്കും. വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും, അതിലേക്ക് കുറച്ച് നമുക്ക് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും കൂടെ ചേർത്താൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ, ഒരു സ്മെല്ല് എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം കുറച്ച് കരിവേപ്പില 2-3 അല്ലി, കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചിടാം. അവരവരുടെ ഇഷ്ടം പോലെ. ഒരു 2-3-4-5 ഇല, ഒരു ഇല്ലി കരിവേപ്പില ഇട്ട് അതൊന്ന് അതിലേക്ക് വറവിട്ടു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സ് ആണല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് പാത്രത്തിൽ ആദ്യം ചോറാക്കി, ഇത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം മോനൊന്നുമല്ല, മോന് കൊണ്ടുപോകാനുള്ളതല്ല, മോന് സ്കൂളിൽ ചോറുള്ളതുകൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏട്ടൻ്റെ വൈഫ് ചോറ് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറെടുത്തു. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇവിടെ വീട്ടിൽ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതും പിന്നെ പൊരിച്ച മീനും, പുതിയാപ്പിളക്കോര എന്ന് പറയും, കിളിമീൻ, അങ്ങനെ പല സ്ഥലത്ത് പല ആയിട്ടാണ് പറയാം. പിന്നെ ചെറിയൊരു പാത്രത്തിൽ നമ്മളെ മോര് കറി, കുമ്പളം ഇട്ടിട്ടുള്ള മോര് കറി, ഒരു പപ്പടവും. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.